അപ്പൊ തുടങ്ങാം അല്ലേ? ഏറ്റവും വലിയ ശക്തി ഒരാളുടെ സ്വതന്ത്രമായ ചിന്താഗതിയാണ്. പറഞ്ഞ നേരാ. ഈ സ്വതന്ത്ര ചിന്ത ഉണ്ടാവണമെങ്കിൽ നമ്മൾ കുരുത്തം കെട്ടവനായിരിക്കണം. കുരുത്തക്കേട് കാണിച്ച് നടക്കുന്ന പയ്യനായിരിക്കണം ചെറുപ്പത്തിലെ. സ്വതന്ത്ര ചിന്തകൾ. അതായത് അങ്ങോട്ട് പോലെടാന്ന് പറഞ്ഞാൽ അങ്ങോട്ടേ പോവാൻ അല്ലേ? അങ്ങോട്ട് പോലെടാന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകാത്തവന് സ്വന്തമായിട്ട് ചിന്തയൊന്നും ഇല്ല. ആക്ച്വലി കുറച്ച് ദുർഘടം പിടിച്ച വഴിയാ ഏത് ഈ കുരുത്തം കെട്ടവനെ. കാരണം വളരെ നല്ല ചീത്തപ്പേരുണ്ടാവും. അപ്പോൾ നമ്മൾ ലൈഫിൽ ഏറ്റവും ആദ്യം ഉണ്ടാകേണ്ടത് എന്താണെന്നറിയോ? ചീത്തപ്പേര്. എന്റെ അമ്മേ, എനിക്ക് ചിരിക്കാൻ വയ്യ. ഷൈൻ ചെറുപ്പത്തില് വളരെ കുരുത്തം കെട്ട പയ്യനായിരുന്നു. ഇന്റർവ്യൂ പറഞ്ഞ കേട്ടിട്ടുണ്ട്. അമ്മ എന്തായാലും പറയും, ഒരിക്കലും അരി പറയാൻ വഴിയില്ല. ഞാൻ അതിൽ ശക്തമായിട്ട് പറയും, ഞാൻ കുരുത്തം കെട്ടവനാണ്. ഇത്രയും ധൈര്യം ഞാൻ എന്റെ ചാൽ ശോഭരാജ് മാത്രമേ കണ്ടിട്ടുള്ളൂ. കുരുത്തം കെട്ടവന് പക്ഷെ ഗുരുത്തം ഉണ്ടാവും. അതെ, അവൻ ഗുരുവിന്റെ അടുത്ത് കുരുത്തക്കേട് കാണിക്കില്ല, പക്ഷെ വീട്ടിൽ കാണിക്കും. കാരണം അവന് ഏറ്റവും സ്വാതന്ത്ര്യമുള്ള ഏരിയ അവിടെയാണ്. പക്ഷെ മമ്മി പറയും, നീ മോശമാണെന്ന് പറയരുതെന്ന്. ഞാൻ എന്തുകൊണ്ടാണ് മോശമാണെന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, മോശമായ വസ്തുവിനെ ഒരാൾക്കും മോശമാക്കാൻ പറ്റില്ല. നമ്മൾ കരുതിയ പോലെ ചില്ലറക്കാരനല്ലവൻ. അയാൾക്ക് നന്നാവാൻ അവസരം അല്ലേ? നന്നായിരിക്കുമ്പോ എപ്പോ വേണമെങ്കിലും മോശമാവാം. ഈ നന്നായിരിക്കുന്ന ആൾക്കാര് അല്ലെങ്കിൽ അങ്ങനെ ഇരിക്കണം എന്നുള്ളതാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ ടെൻഷൻ. ഞാൻ ഞെട്ടി. ചെറുപ്പത്തിലെ കുരുത്തക്കേട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചവിട്ടുപടിയുടെ അറ്റത്ത് കൊണ്ടുവന്ന് തള്ളി ഇടുക, 2-3 സ്റ്റെപ്പ് ഉണ്ടാവും, അത്രേ ഉള്ളൂ. അപ്പൊ അടിയും കിട്ടും. പിന്നെ ചെയ്തിട്ടില്ല. നീ എന്തിനാടാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഒരു സുഖം. അപ്പൊ അമ്മ പറയൂലേ ചെയ്തത്? അമ്മ ഒക്കെ കുറച്ച് കഴിഞ്ഞിട്ട് ആദ്യം അടിയാ. സ്വാഭാവികം. അമ്മ പഠിപ്പിച്ചില്ലേ സ്കൂളില്? അമ്മ സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ട്, ആ സ്കൂളിൽ ഞാൻ പഠിച്ചിട്ടില്ല. അതാണ് ചോദിച്ചു. അതേതായാലും നന്നായി. അമ്മ ഇനി ടീച്ചർ അല്ലെങ്കിലും ടീച്ചറാണെങ്കിലും എല്ലാ സ്ത്രീകളും എല്ലാ അമ്മമാരും കുട്ടികളുടെ ടീച്ചറാണ് അല്ലേ? അതെ. വിവരമില്ലാത്തവനാണെങ്കിലും സത്യം പറയൂ. അവന്റെ കോസ്റ്റ്യൂം ഡിസൈനറാണ്, അവന്റെ ഡോക്ടറാണ് അല്ലേ? അവന്റെ കുക്കാണ്, അവന്റെ ടേക്ക് കെയർ ആണ്, എല്ലാം അറിയുന്നതാണ് അമ്മ. ആരോടും പറയരുന്ന് ആഗ്രഹിച്ചത്. ഇനിയിപ്പോ എന്തിനാ വിളിക്കുന്നത്? ചില കുട്ടികൾ പറയണ അമ്മ ഹൗസ് വൈഫാ. ഇത് ലോകത്തെ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ജോലി, ഇതിലും വലിയൊരു ജോലി ഇല്ല. അതെ, ലോകത്തുള്ള എല്ലാ ഗവേഷകന്മാരും സമ്മതിച്ചിട്ടുള്ള നഗ്ന സത്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും അടുത്തൊരു വിവാഹത്തിനും മുതിരാത്തത്. കാരണം വേറൊരാൾ ഇത്രയും വലിയൊരു ജോലി ഏൽപ്പിച്ചിട്ട് നമ്മൾ പുറത്ത് ചില്ല് ചെയ്ത് നടന്നിട്ട് എന്താ കാര്യം? സാറിനെ ആദ്യം കണ്ടപ്പോ ഞാൻ ഒരുപാട് തെറ്റിദ്ധരിച്ചു. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ, എന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്.